ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधारा श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ ഇന്നലെ ഇവിടെ ചൊല്ലിയിരുന്നു. എന്നാൽ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് നമ്മളിന്ന് പോകുന്നു. നമ്മൾ ഇന്നലെ പോസ് ചെയ്തത് എവിടെ വെച്ചാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലേ? അപ്പോൾ അത് പറഞ്ഞു, പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആദ്യം ഞാൻ ശ്ലോകം ഒരു വശം ചൊല്ലുന്നു, അതിനുശേഷം നമുക്ക് അർത്ഥം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോऽന്വയാതിതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇന്നലെ പറഞ്ഞിരുന്നു, ശ്രീല വ്യാസദേവൻ പരമസത്യം ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ളത് ഇവിടെ ഉറപ്പിച്ച് പറയുന്നു. അത് നമ്മൾ പറയും, ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നല്ല, ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് അതിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഭാഗവതം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ വ്യാസദേവൻ പറയുന്നു പരമദൈവത്വ പുരുഷൻ ആരാണ്? വാസുദേവനാണ് എന്നുള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം എന്ന് പറയുന്ന ബീജമന്ത്രം നമ്മൾ പറഞ്ഞു ഇന്നലെ. വേദങ്ങളിൽ ഉള്ള മന്ത്രങ്ങളാണ്. ഓംകാരം നമ്മൾ പ്രണവമന്ത്രമായിട്ട് പറയും. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓംകാര മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രണവമാണ്, മന്ത്രമാണ് എന്നുള്ളത്. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ നാമം തന്നെയാണ്. ആചാര്യന്മാർ വിശദീകരിക്കുന്നു, ഓം എന്ന് പറഞ്ഞാൽ ഓമിലെ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഓമിൽ ആ, ഉ, മ. ആ, അകാര, ഉകാര, മകാര. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ, ഉകാര രാധാറാണി, മ എന്ന് പറഞ്ഞാൽ ജീവവാചക, അതായത് എല്ലാ ജീവതത്വങ്ങളും, അതായത് ഭഗവാന്റെ ഭക്തര്. ആ, ഉ, മ. അപ്പോൾ ഓം എന്ന് പറയുന്ന ആ ബീജമന്ത്രത്തിൽ കൃഷ്ണൻ വരുന്നു, രാധാറാണി വരുന്നു, എല്ലാം വരുന്നു. അവരുടെ സൃഷ്ടിയും ജീവജാലങ്ങളും ഭക്തരും എല്ലാവരും വരുന്നു. അതുകൊണ്ട് വളരെ
പവർഫുള്ളാണ് ഓം മന്ത്രം. നമ്മുടെ ആചാര്യന്മാർ, ഗൗഡി ആചാര്യന്മാർ പറയുന്ന എക്സ്പ്ലനേഷനാണ്. അതേപോലെ ഓം ഓം മന്ത്രം അല്ലെങ്കിൽ ഓം ആ ബീജമന്ത്രം പറയുന്നു രാമനാമ സമുത്പന്ന പ്രണവോ മുക്തിദായക. ശാസ്ത്രങ്ങൾ പറയുന്നു മുക്തിദായക, മുക്തി പ്രദാനം ചെയ്യുന്നു ഏത് ഓം എന്ന് പറയുന്ന ഈ ബീജമന്ത്രം. എന്നാൽ ഈ ഓം മന്ത്രം എവിടെ നിന്ന് വന്നു? ശാസ്ത്രങ്ങൾ പറയുന്നു രാമനാമ സമുത്പന്ന. സമുത്പന്ന എന്ന് പറഞ്ഞാൽ ഉത്ഭവിച്ചിരിക്കുന്നു. എവിടെ നിന്ന്? രാമനാമത്തിൽ, കൃഷ്ണനാമത്തിൽ നിന്ന്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹരിനാമമാണ് എല്ലാ ബീജമന്ത്രങ്ങളുടെയും. ഓംകാരമാവട്ടെ ഏത് മന്ത്രമാവട്ടെ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഹരിനാമത്തിൽ നിന്നാണ്. രാമനാമ സമുത്പന്ന പ്രണവോ മുക്തിദായക. അതിമനോഹരം ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചൊല്ലുന്നത് അതിനേക്കാൾ വലുതൊന്നുമില്ല. ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൽ നിന്നാണ്, ഹരിനാമത്തിൽ നിന്നാണ്. രാമനാമമാവട്ടെ കൃഷ്ണനാമമാവട്ടെ രണ്ടും ഒന്നാണ് അല്ലേ? നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൽ ഹരേ രാമ എന്ന് ചൊല്ലുന്നത് രാമൻ എന്ന് പറയുന്നതും കൃഷ്ണൻ തന്നെയാണ്, വ്യത്യാസമല്ല. അപ്പോൾ കൃഷ്ണനാമത്തിൽ, ഹരിനാമത്തിൽ നിന്നാണ് എല്ലാ ബീജമന്ത്രങ്ങളും മറ്റുള്ള എല്ലാ മന്ത്രങ്ങളും വരുന്നത്. അത്രമാത്രം പവർഫുള്ളാണ്, അത്രമാത്രം ശക്തിയുണ്ട് ഹരിനാമത്തിന് എന്നുള്ളത്. അപ്പോൾ ഓം മന്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേദങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇവിടെ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അഭിസംബോധന എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് വ്യാസദേവൻ തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു വേറെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട് ഓം മന്ത്രം എങ്ങനെ വന്നു എന്നുള്ളത്. കൃഷ്ണൻ്റെ ബാല്യലീല പറയുമ്പോൾ ഇതെല്ലാം ആചാര്യന്മാർ പറയുന്നതാണ്. ഭാഗവതത്തിൽ നേരിട്ട് പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് അവരുടെ ഇതിനെക്കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭാഗവതത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഏത് ശാസ്ത്രം എടുത്താലും അത് 50% ആവുന്നുള്ളൂ. ബാക്കിയുള്ള 50% തരുന്നത് നമ്മുടെ ആചാര്യന്മാരാണ്. അവരുടെ റിയലൈസേഷൻസ്, അവർക്ക് ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മളെ ബാക്കിയുള്ളത്, അതിൻ്റെ ബാക്കി 50% പ്രതിപാദിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് ആ ശാസ്ത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ്. അപ്പോൾ പറയുന്നു വേറൊരു ഡീറ്റെയിലും കൂടെ പറയുന്നു ആചാര്യന്മാർ. അതായത് കൃഷ്ണൻ കുട്ടിയായിരുന്ന സമയത്ത് തൊട്ടിലിൽ കിടന്ന് കരയുമായിരുന്നു. അപ്പോൾ കരയുന്ന സമയത്ത് കരയുന്ന ശബ്ദം ഞാൻ വെറുതെ പറയുന്നതല്ല, ആചാര്യന്മാർ പറയുന്നതാണ്. അപ്പോൾ കുട്ടികൾ കരയുന്നത് നമ്മുടെ കുട്ടികൾ കരയുന്ന പോലെയല്ല, ഈ ലോകത്തിലെ കുട്ടികൾ കരയുന്ന പോലെയല്ല. കൃഷ്ണൻ നമ്മുടെ ബാൽഗോപാൽ യശോദറാണിയുടെ തൊട്ടിലിൽ കിടന്ന് കരയുമ്പോൾ ചിലപ്പോൾ അമ്മയെ കാണാതാവുമ്പോൾ കരയും. അമ്മ എപ്പോഴും അമ്മ വന്ന് അടുത്ത് നിന്ന് പാട്ട് പാടിക്കൊടുക്കും. അല്ലെങ്കിൽ പാട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നാമം പാടിക്കൊടുക്കും. നാമം അല്ലെങ്കിൽ ഗീതങ്ങളൊക്കെ പാടിക്കൊടുക്കും. കൃഷ്ണൻ്റെ ലീലകളും അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സ്തുതികളും ഇതൊക്കെയാണ് കൃഷ്ണൻ കേൾക്കുന്നത്. യശോദറാണി അതെല്ലാം കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. കഥകൾ കേൾക്കാനുള്ള പ്രായം ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്, 10 ദിവസം 20 ദിവസം ആയിട്ടുള്ളൂ. പക്ഷേ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആചാര്യന്മാർ പറയുന്നു യശോദറാണി കഥകൾ പറയുമ്പോഴും അതേപോലെ നല്ല ഭക്തിപരമായിട്ടുള്ള ഗീതങ്ങളൊക്കെ പാടുമ്പോൾ കൃഷ്ണൻ നോക്കി ചിരിക്കും. വിഷ്ണു സ്തുതികളും നാരായണൻ്റെ സ്തുതികളൊക്കെ കേൾക്കുമ്പോൾ, കാര്യം കൃഷ്ണനെ സ്തുതിച്ച് പറയില്ല, അമ്മ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്, ഭഗവാനായിട്ടല്ല. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ സ്തുതികളും നാരായണൻ്റെ സ്തുതികളാണ് യശോദറാണി ചൊല്ലുന്നത്. കൃഷ്ണൻ അതെല്ലാം കേട്ട് ചിരിക്കും. അപ്പോൾ അമ്മ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ കരയും, കുട്ടികൾ കരയുന്ന പോലെ. അപ്പോൾ പറയുന്നു ആചാര്യന്മാർ പറയുന്നു കൃഷ്ണൻ കരയുന്ന സമയത്ത് ഓം 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 എന്ന് പറഞ്ഞു വന്നു. ഓംകാരം അങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നു കുട്ടികൾ. ഇതെല്ലാം ഓംകാരത്തിൻ്റെ ഒറിജിനേഷൻ അവിടെ നിന്നാന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ നമസ്കരിക്കുകയാണ്. വ്യാസദേവൻ നമസ്കരിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ. ഭഗവതേ, ഭഗവാൻ, വാസുദേവായ, അവിടെയാണ് നമ്മൾ നിലനിർത്തിയത് അല്ലേ? വാസുദേവായ, വാസുദേവൻ എന്നാണ് ഇവിടെ കൃഷ്ണനെ വിളിക്കുന്നത്.
എന്തുകൊണ്ട് വാസുദേവൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വാസുദേവൻ എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ ആ ഒരു പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ അവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ. ആചാര്യന്മാർ ഒരുപാട് എക്സ്പ്ലനേഷൻ പറയുന്നു. എന്തായാലും ഈ ഒരു ശ്ലോകത്തിലാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന. കാര്യം ഇത് വളരെ ഈ വാസുദേവ എന്നുള്ള വാക്കും ഓമും ഇനി ഒരുപക്ഷെ പല സ്ഥലങ്ങളിൽ കാണുമായിരിക്കും. ആ സമയത്ത് നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ കുറേ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാര്യം ഇത് നമ്മുടെ ആചാര്യന്മാരുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ മഹാസൗഭാഗ്യമാണ് ഇതെല്ലാം കേൾക്കാൻ പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മീനിങ് ആചാര്യന്മാർ പറയുന്നു. ഒന്ന് ഡയറക്റ്റ് മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താണ്? വാസുദേവൻ, വാസുദേവൻ്റെ പുത്രൻ വാസുദേവൻ. കൗന്തേയ, അത് അല്ലെങ്കിൽ പൃഥ, നമ്മൾ അർജുനനെ പാർത്ഥ എന്ന് വിളിക്കും അല്ലേ. പാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിയുടെ പുത്രൻ. അതേപോലെ നമുക്ക് കൗന്തേയ എന്ന് വിളിക്കും. ഇവിടെ വാസുദേവ എന്ന് പറയുമ്പോൾ വാസുദേവൻ്റെ പുത്രൻ വാസുദേവൻ. വസുദേവൻ ആരാണ് അറിയാം നമുക്ക്. ദേവകി റാണിയുടെ വസുദേവൻ്റെ പുത്രൻ കൃഷ്ണൻ. അതാണ് ഒരർത്ഥം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരുന്നു. ഓക്കെ, ആദ്യത്തെ അർത്ഥം ഡയറക്റ്റ് മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മീനിങ് വസുദേവപുത്രൻ വാസുദേവൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ അർത്ഥം വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല. നമ്മൾ പറയില്ലേ നമുക്ക് പൈസ അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ധനമാവാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ ആസ്തി. അത് ധനം നമ്മൾ വെൽത്തായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കാര്യങ്ങളും പറയും. പക്ഷേ ഇവിടെ വസു എന്ന് പറയുന്നത് ആസ്തി. ഒരു ആളുടെ ഏറ്റവും വലിയ ആസ്തി എന്താണ്? ആചാര്യന്മാർ പറയുന്നു ഭക്തി. ജീവഗോസ്വാമിയുടെ എക്സ്പ്ലനേഷനാണ്. ശീല ജീവഗോസ്വാമി പറയുന്നു വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആസ്തി, അതായത് അതെന്താണ്? ഭക്തിയാണ്. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഭക്തി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു ധനം പ്രദാനം ചെയ്യുന്നത്, ആ ദേവനാണ് വാസുദേവൻ, അതായത് ഭഗവാൻ. ഭക്തിയാണ് ധനം, ഏറ്റവും വലിയ ധനം. ആ ധനം ആരാണോ പ്രദാനം ചെയ്യുന്നത് അദ്ദേഹമാണ് വാസുദേവൻ. വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആസ്തി. ഓക്കെ, അതാണ് രണ്ടാമത്തെ മീനിങ്. ഓക്കെ, അതായി. ഇനി മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ വേറൊരു ആചാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നു വാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസിക്കുക എന്ന് പറയുന്ന അർത്ഥം നമുക്കറിയാം. വസിക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ആചാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്? കൃഷ്ണനാണ്, പരമാത്മാവായിട്ട് ഭഗവാനുണ്ട് അല്ലേ. അപ്പോൾ ആരാണോ, ഏത് ദേവനാണോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, ആ ദേവനാണ് വാസുദേവൻ, കൃഷ്ണൻ. മൂന്നായി. ആദ്യം ഡയറക്റ്റ് മീനിങ് പറഞ്ഞു വസുദേവപുത്രൻ വാസുദേവൻ കൃഷ്ണൻ. രണ്ട്, വസു എന്ന് പറഞ്ഞാൽ ധനം, ഏറ്റവും വലിയ ധനം ഭക്തിയാണ്. ആരാണോ ആ ഏറ്റവും വലിയ ധനമായിട്ടുള്ള ഭക്തി പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ആരാണ്? വാസ എന്ന് പറഞ്ഞാൽ വസിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നു. ആരാണ് ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്? പരമാത്മാവായിട്ട് അത് ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വാസുദേവൻ എന്നുള്ള പേര് വന്നു. ഇനി നാലാമത്തെ അർത്ഥം വേറൊരു ആചാര്യം പറയുന്നു. വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ധനം എന്നുള്ളത്. ഏറ്റവും വലിയ ധനം ഭക്തിയാണെന്ന് നമ്മൾ ശീല ജീവഗോസ്വാമി പറഞ്ഞു. വേറെ ആചാര്യം പറയുന്നു ശരിയാണ്, ഭക്തി ഏറ്റവും വലിയ ധനമാണ്. അതേപോലെ തന്നെ ഓരോ ജീവാത്മാക്കളെയും സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ ധനം എന്താണ്? പരമാത്മാവാണ്, ഭഗവാൻ. അതായത് ജീവാത്മാവിൻ്റെ കൂടെ പരമാത്മാവ് ഇരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഈ ശരീരത്തിൽ ജീവാത്മാവ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി ജീവാത്മാവാണ്, ശരി. പുറമേ കാണുന്നത് ശരീരമാണ്. എന്നാൽ ഈ ജീവാത്മാവ് എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത്? പരമാത്മാവിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. അതായത് ഭഗവാന്റെ ആ ഒരു
പ്രസൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഈ ലോകത്തിൽ ഒന്നിനും പ്രസക്തിയില്ല. സർവ്വചരാചരങ്ങളിലും ഭഗവാനുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ആചാര്യം പറയുന്നു, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? ധനം എന്ന് പറഞ്ഞാൽ അത് ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ ധനം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് അതാണ് വസു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നു എല്ലാ ദേവതമാരുടെയും ദേവൻ, ആദിദേവം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആദിദേവം അജം വിപും ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇദ്ദേഹം പറയുന്നു, അർജുനൻ പറയുന്നതാണ് ആദിദേവം ആണ് കൃഷ്ണൻ, താങ്കൾ ആദിദേവമാണ്. ഈവൻ കൃഷ്ണനും പറയുന്നുണ്ട് അഹം ആദിർഹി ദേവാനാം, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് എല്ലാ ദേവതമാരും എന്നിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം, ഏറ്റവും വലിയ ധനം പരമാത്മാവ്. ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവതമാരുടെയും അധിപനായിട്ടുള്ള അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ അവതാരി പുരുഷനാണ് ദേവൻ. ആ ദേവൻ കൃഷ്ണനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ മഹാകൃപയാണ് കാണിക്കുന്നത്. അതായത് എല്ലാ ദേവതമാരുടെയും അധിപനായിട്ടുള്ള ഭഗവാൻ നമ്മളെപ്പോലുള്ള ആരുമല്ലാത്ത ദേവതമാരുടെ സ്ഥാനം വലിയ സ്ഥാനമാണ് അല്ലേ? എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹാകൃപ കൊണ്ട് അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാകൃപയെ സൂചിപ്പിക്കുന്നു ഈ ഒരു അർത്ഥം എന്ന് ആചാര്യം പറയുന്നു. അപ്പോൾ ഇതാണ് നാലാമത്തെ അർത്ഥം, വാസുദേവൻ എന്നുള്ളതിൻ്റെ. അതായത് പരമാത്മാവാണ് ഏറ്റവും വലിയ ധനം. അതേപോലെ ദേവ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ ദേവതമാരുടെയും ഉത്ഭവം അല്ലെങ്കിൽ എല്ലാ ദേവതമാരും വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്, ആദിദേവമാണ് എന്നുള്ളത്. അപ്പോൾ ആ ദേവൻ, അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ അർത്ഥം സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ മഹാകൃപയാണ്. അതായത് ദേവതമാരുടെ ഭഗവാനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ, അതായത് അത്രയും വലിയ പൊസിഷനാണ് ഭഗവാൻ, ഏറ്റവും വലിയ പൊസിഷനാണ് ഭഗവാനുള്ളത്. എല്ലാത്തിൻ്റെയും ഉത്ഭവം, എല്ലാ സർവ്വ കാരണങ്ങളുടെയും കാരണമായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മഹാകൃപ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹാകൃപ. 4 അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി 5ാമത്തെ അർത്ഥം പറയുന്നു, ആചാര്യന്മാർ പറയുന്നു വിഷ്ണു പുരാണത്തിൽ നിന്ന്. അദ്ദേഹം പറയുന്നു, വിഷ്ണു പുരാണത്തിൽ പറയുന്നു വ്യാസദേവൻ കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന വാക്ക് വാസുദേവ എന്ന് പറയുന്ന വാക്കുവാണെങ്കിൽ രണ്ടിനും സമാനമായിട്ടുള്ള അർത്ഥമാണ് പറയുന്നത്. വിഷ്ണു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിയോ ആർക്കെങ്കിലും? ഞാൻ എന്തായാലും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആരാണോ, അതായത് വിഷ്ണു എന്താ ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നു, സൃഷ്ടി നടത്തുന്നു അല്ലേ? സൃഷ്ടി നടത്തിയതിന് ശേഷം ആ സൃഷ്ടിക്കകത്തേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വല്ല സയൻറ്റിസ്റ്റുമാരോ അല്ലെങ്കിൽ വലിയ വലിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ, ഇപ്പം ലാപ്ടോപ്പ് മൊബൈൽ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ അത് കണ്ടുപിടിച്ച ആൾ വേറെ, ആ മൊബൈലിനകത്ത് ആ കണ്ടുപിടിച്ച ആൾ കയറിയിരിക്കുന്നുണ്ടോ? ഇല്ല. ലാപ്ടോപ്പ് മൊബൈൽ കണ്ടുപിടിച്ച ആൾ ആപ്പിൾ മൊബൈൽ, സാംസങ്ങിൻ്റെ മൊബൈൽ ഉള്ള ആളുകളുണ്ടെങ്കിൽ സാംസങ് കണ്ടുപിടിച്ച മൊബൈൽ കണ്ടുപിടിച്ച വ്യക്തി ആ മൊബൈലിനകത്ത് കയറി ഇരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ സൃഷ്ടിക്കുന്നു, സൃഷ്ടിയുടെ പുറത്താണ് നിൽക്കുന്നത് സൃഷ്ടികർത്താവ്. എന്നാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആരാണോ സൃഷ്ടിക്കുന്നത്, സൃഷ്ടി ചെയ്തതിന് ശേഷം ആ സൃഷ്ടിയിലേക്ക് ആരാണോ പ്രവേശിക്കുന്നത് അദ്ദേഹമാണ് വിഷ്ണു. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന് വിഷ്ണു എന്നുള്ള പേരുണ്ട്. കൃഷ്ണൻ്റെ ഒരു നാമമാണ് വിഷ്ണു. നമ്മൾ ഇന്നലെ പറഞ്ഞു കൃഷ്ണൻ്റെ വിസ്തരണത്തിൻ്റെ ആദ്യത്തെ വിസ്തരണം ബലരാമൻ, പിന്നെ ചതുർവ്യൂഹം നാരായണൻ, പിന്നെ വീണ്ടും ചതുർവ്യൂഹം, പിന്നെയാണ് വിഷ്ണുമൂർത്തികൾ വരുന്നത് അല്ലേ? അപ്പോൾ ഭഗവാന്റെ വിസ്തരമാണ് വിഷ്ണുമൂർത്തികൾ. അതേപോലെ തന്നെ വിഷ്ണു എന്നുള്ള പേര് ഭഗവാന്റെ നാമങ്ങളിൽ ഉണ്ട്. ഭഗവാന് അനേക കോടി നാമങ്ങളുണ്ട്. 1000 നാമങ്ങളല്ല, 10,000 നാമങ്ങളല്ല, അനേക കോടി നാമങ്ങളുണ്ട്. അതിലെ ഒരു നാമം വിഷ്ണുവാണ്. വിഷ്ണു എന്നുള്ള നാമമുണ്ട്. അതുകൊണ്ട് നമ്മൾ തുളസി ആരതി കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? രാധാകൃഷ്ണ സേവ പാവോ അഭിലാഷി. അപ്പോൾ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവർക്ക് അറിയാം
നമ്മൾ തുളസി പൂജ കാലത്ത് ചെയ്യുമ്പോൾ രാധാകൃഷ്ണൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, വൃന്ദാവനവാസത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ തുടക്കത്തിൽ പ്രണാമ മന്ത്രം പറയുമ്പോൾ, പ്രണാമം ചെയ്യുമ്പോൾ പറയും വിഷ്ണു ഭക്തി പ്രദേ ദേവി സത്യവത്തെ നമോ നമഃ എന്നാണ് പറയുന്നത്, അല്ലേ? അവിടെ വിഷ്ണു ഭക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാകുന്ന സംശയം, നമ്മൾ ചെയ്യുന്നത് കൃഷ്ണ വൃന്ദാവനത്തിനെക്കുറിച്ചും രാധാകൃഷ്ണ സേവനത്തെക്കുറിച്ചും പറയുന്നു, പക്ഷേ ഇവിടെ പറയുന്നു വിഷ്ണു ഭക്തി. പക്ഷേ മനസ്സിലാക്കുക, അവിടെ വിഷ്ണു എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ്. കൃഷ്ണൻ്റെ അനേക കോടി നാമങ്ങളിലെ ഒരു പേരാണ് വിഷ്ണു എന്നുള്ളത്. അതുകൊണ്ട് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിൽ തന്നെ ചില സ്ഥലത്ത് കൃഷ്ണൻ്റെ പറയുന്നതിന് പകരം വിഷ്ണു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ വാസുദേവൻ എന്ന് പറയും വിഷ്ണു പുരാണം പറയുന്നു. വിഷ്ണു എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ, അതായത് ആരാണോ സൃഷ്ടി ചെയ്യുന്നത്, ആ സൃഷ്ടി ചെയ്തതിനു ശേഷം സൃഷ്ടിയിലേക്ക് ആരാണോ ഇറങ്ങുന്നത് അല്ലെങ്കിൽ കയറുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്ന ആരാണോ ആ വ്യക്തിയെ വിഷ്ണു എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വാസുദേവൻ എന്ന് വിളിക്കുന്നു. 5 മീനിങ് പറഞ്ഞു നമ്മൾ. ഇനി 6ാമത്തെ വേറൊരു ആചാര്യം പറയുന്നു. വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു വാസുദേവനല്ല, വസുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള അവബോധം, നമ്മുടെ കോൺഷ്യസ്നെസ്, അതിനെയാണ് വസുദേവ സ്റ്റേറ്റ്. ഈവൻ നമ്മൾ പല സ്ഥലങ്ങളിലും ഇനി കാണും, ഈവൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വസുദേവ അവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതീന്ദ്രിയ അവസ്ഥയ്ക്കാണ് പറയുന്നത്. അതീന്ദ്രിയ അവസ്ഥയ്ക്ക് ആണ് വസുദേവ സ്റ്റേറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധത്തിൻ്റെ ഒരു ലെവലാണ് അത്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ബോധം എങ്ങനെയാണ്? ഭൗതിക തലത്തിലാണ്. അത് അതീന്ദ്രിയ തലത്തിലേക്ക് ഉയരുമ്പോൾ അതിനെ വസുദേവ അവസ്ഥയിലാണെന്ന് പറയും. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. അപ്പോൾ ആചാര്യം പറയുന്നു വസുദേവ അവസ്ഥ, വസുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശുദ്ധമായിട്ടുള്ള ആ അതീന്ദ്രിയ തലത്തിലുള്ള അവബോധത്തെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തർക്ക്, അപ്പോൾ അങ്ങനെയുള്ള അവബോധം ആർക്കാണ് ഉണ്ടാവുന്നത്? ശുദ്ധ ഭക്തർക്ക് മാത്രമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധ ഭക്തരുടെ മുമ്പിൽ ആരാണോ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണോ അവരുടെ ഹൃദയത്തിൽ വരുന്നത്, അദ്ദേഹമാണ് വസുദേവൻ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വാസുദേവൻ എന്നുള്ളത്, വസുദേവ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്, അവബോധത്തെ പറയുന്നു. ശുദ്ധമായിട്ടുള്ള അവബോധത്തെ, അതീന്ദ്രിയ തരത്തിലുള്ള അവബോധത്തെ വാസുദേവ അവസ്ഥ എന്ന് പറയും. അങ്ങനെ ആധ്യാത്മിക തലത്തിലുള്ളതിനെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉള്ളത് ആർക്കാണ്? ശുദ്ധഭക്തർക്ക്. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ വസുദേവ ലെവലിൽ, അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലുള്ള അവബോധമുള്ള ശുദ്ധഭക്തർ, അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു കോൺഷ്യസ്നസ് ഉള്ളത്, അവബോധമുള്ളത്. അങ്ങനെയുള്ളവർക്ക് സുലഭമായിട്ട് അവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഭഗവാൻ കൂടെ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു. കാര്യം ഭഗവാന്റെ ശുദ്ധഭക്തരുടെ എപ്പോഴും ഉണ്ട്, അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ ഭഗവാൻ ശുദ്ധഭക്തരുടെ കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ദർശനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് വരുന്നത് കൊണ്ട് അദ്ദേഹത്തെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. 6 അർത്ഥങ്ങൾ പറഞ്ഞു. ഇനിയുണ്ട്, വെയിറ്റ് ചെയ്യൂ. വേറൊരു ആചാര്യം പറയുന്നു, ഇത് മനോഹരമാണ്. അദ്ദേഹം പറയുന്നു വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടെ സംസ്കൃതത്തിൽ വരുന്നുണ്ട്. വസത്തെ, അപ്പോൾ മറയ്ക്കുക എന്നുള്ളൊരർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കുക എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവ എന്നുള്ള വാക്കിന് ദേവൻ എന്നുള്ള അർത്ഥം മാത്രമല്ലാതെ ക്രീഡാശീലം എന്നുള്ളൊരർത്ഥം കൂടെയുണ്ട്. അതായത് ലീലകൾ ചെയ്യുക എന്നുള്ളത്, കളിക്കുക എന്ന് പറയില്ലേ? കൃഷ്ണന് ഒരുപാട് ലീലകളുണ്ട്. അപ്പോൾ ക്രീഡാശീലം എന്ന് പറയും, അതായത് അദ്ദേഹത്തിൻ്റെ ലീലകൾ ചെയ്യാനുള്ള ആ ഒരു ശീലം. അപ്പോൾ ആ ദേവ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഭഗവാൻ കവർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടുക, അല്ലെങ്കിൽ കവർ ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നു അദ്ദേഹം, ആ ഭഗവാൻ ഭക്തരെ അദ്ദേഹം കവർ ചെയ്യാന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? മൂടുക. എങ്ങനെയാണ് മൂടുന്നത്? അദ്ദേഹം വന്ന് ആലിംഗനം ചെയ്ത് ഭഗവാന്റെ ഭക്തരെ ആലിംഗനം ചെയ്യുമ്പോൾ ആ ഭക്തനെ മൂടുന്ന പോലെയാണ്. അപ്പോൾ ഭഗവാൻ ഭക്തരെ ആലിംഗനം ചെയ്യുമ്പോൾ ആ ഭക്തൻ ആകെ മൂടിയിരിക്കുകയാണ്, അല്ലേ? ഭഗവാന്റെ ആലിംഗനത്തിലിരിക്കുകയാണ്.
എന്നിട്ട് ആ ഭക്തനെ കൂടെ കൂട്ടി അദ്ദേഹം ലീലകൾ ചെയ്യുന്നു. ക്രീഡാശീലം, അദ്ദേഹത്തിൻ്റെ ക്രീഡകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീലകൾ അദ്ദേഹം ചെയ്യുന്നു. ഭക്തരെ ആലിംഗനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭക്തരെ കൂടെ കൂട്ടിക്കൊണ്ട് ഭക്തരുടെ കൂടെ കൃഷ്ണൻ ലീലകൾ ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വാസുദേവൻ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് എന്ന് പറയുന്നു. 7 പിന്നെ ഇത്രയും കേട്ടിട്ട് എന്തായി അവസ്ഥ എന്ന് ഞാൻ അറിയട്ടെ. മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. യെസ്, ഹരേ കൃഷ്ണ. പേടിക്കണ്ട, ഇത് കുറേ ഹൈ ലെവലാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഹൈ ലെവലൊന്നുമല്ല. നമ്മൾ ഒരു വാക്കിൻ്റെ, ഇനി കൃഷ്ണ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇതെല്ലാം ഓർമ്മയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ വളരെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. സോ പറ്റുന്ന പോലെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഹരേ കൃഷ്ണ. മുന്നോട്ട് പോകണോ ഇവിടെ നിർത്തണോ? ഇനി അർത്ഥങ്ങൾ ഓക്കെ. അപ്പൊ 7 അർത്ഥങ്ങൾ പറഞ്ഞു നമ്മൾ അല്ലേ? വാസുദേവന്റെ 7 പറഞ്ഞു. ഇനി അടുത്തത് 8ാമത്തെ മഹാദേവൻ പറയുന്നതാണ്. ഭഗവാൻ ശിവൻ പറയുന്നു, വാസനാത് ഏവ വാദേച്ച വാസുദേവേതി ശബ്ദിതഃ. അദ്ദേഹം ഇത് ഒരു ശാസ്ത്രത്തിൽ വരുന്നതാണ്. ഭഗവാൻ ശിവൻ പറയുന്നതാണ്, വാസനാദേവ വാദേച്ച വാസുദേവേതി ശബ്ദിതഃ. അതായത് വാസനാത് ഏവ വാദ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശാസ്ത്രങ്ങളുടെ ഫോക്കസ് എന്താണ്? അല്ലെങ്കിൽ വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ, കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ. അതായത് വേദങ്ങളിലുള്ളത് എന്നെക്കുറിച്ച് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വേദങ്ങൾ പ്രതിപാദിക്കുന്നത് എന്നെക്കുറിച്ചാണ്. വേദങ്ങളിലെ ഹീറോ ആരാണ്? അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണ്? ഭഗവാനാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു വാസനാത് ഏവ വാദേച്ച. എല്ലാ വേദങ്ങളുടെയും മെയിൻ ഫോക്കസ് ആരാണോ സബ്ജക്റ്റ്, ആരാണ് മെയിൻ ഹീറോ, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് അതിൽ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഭഗവാനാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് വാസനാദേവ വേദാച വാസുദേവേതി ശബ്ദത്തെ. അപ്പോൾ ആരെക്കുറിച്ചാണോ ശാസ്ത്രങ്ങളിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് പറയുന്നത്, പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം ആരെക്കുറിച്ചാണ് പറയുന്നത്, ആ വ്യക്തിയെ വാസുദേവൻ എന്ന് വാസുദേവേതി ശബ്ദിതഃ ഭഗവാൻ ശിവൻ പറയുന്നതാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടെ പറയുന്നു. ഇനി 9ാമത്തെ വാസുദേവന് വേറൊരർത്ഥം. 8 വസ്തുക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആദിത്യന്മാരെ കേട്ടിട്ടുണ്ടാവും, രുദ്രന്മാരെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ 8 വസ്തുക്കൾ, മരുത്തന്മാർ, ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ദേവതമാരുടെ കാറ്റഗറിയിൽ വരുന്നവരാണ്. അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് ചെയ്യാൻ. 8 വസ്തുക്കളുണ്ട്. 8 പേരാണ് അഷ്ടവസ്തുക്കൾ എന്ന് പറയും. ആ അഷ്ടവസ്തുക്കളിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഭീഷ്മപിതാമഹൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭീഷ്മപിതാമഹൻ വരുന്നതൊക്കെ ഗംഗാദേവിയുടെ മകനായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ അതെന്തായാലും ഭീഷ്മപിതാമഹൻ്റെ സെക്ഷൻ നമ്മൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം, ഭീഷ്മപിതാമഹനെ കുറിച്ച് കൂടുതൽ. അപ്പോൾ വസു ഇവിടെ ഉദ്ദേശിക്കുന്നത് വാസുദേവൻ എന്നുള്ള കൃഷ്ണൻ്റെ വേറൊരു പേര്. വസു എന്ന് പറയുമ്പോൾ ഭീഷ്മപിതാമഹനെ ഇവിടെ പറയുന്നു. അപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ ദേവൻ ആരാണ്? കൃഷ്ണനാണ്. ഭീഷ്മപിതാമഹൻ്റെ ഭഗവാൻ. അപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ ഭഗവാനായിട്ടുള്ള കൃഷ്ണനെ, ഭീഷ്മപിതാമഹൻ വസുവാണ്, അഷ്ടവസ്തുക്കളിൽ ഒരാളാണ്, പ്രധാനപ്പെട്ട വസുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേവനാണ് വാസുദേവൻ. അപ്പോൾ അങ്ങനെ ഒരു പേര് കൃഷ്ണൻ്റെ വാസുദേവൻ എന്നുള്ള പേരിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇനി ലാസ്റ്റ് 10ാമത്തെ അർത്ഥം വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവകി റാണിയുടെ ഭർത്താവ് വസുദേവൻ്റെ പുത്രൻ എന്നുള്ളത് മാത്രമല്ല, വസുദേവ എന്ന് പറയുന്ന പേര് നന്ദ മഹാരാജിൻ്റെയും ഒരു പേരാണ്. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നമ്മുടെ നന്ദ മഹാരാജ, യശോദറാണിയുടെ നന്ദ മഹാരാജാവിൻ്റെ ഒരു പേരും കൂടിയാണ് വസുദേവൻ എന്നുള്ളത്. ബലദേവ് വിദ്യാഭൂഷൺ എന്ന് പറയുന്ന നമ്മുടെ ആചാര്യം പറയുന്നു. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വസു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ധനം നമ്മൾ ഭക്തിയാണെന്ന് ഒരു ആചാര്യം പറഞ്ഞു. ഏറ്റവും വലിയ ധനം പരമാത്മാവാണെന്ന് വേറൊരു ആചാര്യം പറഞ്ഞു.
ഇദ്ദേഹം പറയുന്നു ഏറ്റവും വലിയ ധനമായിട്ടുള്ള പശുക്കളുടെ രാജാവായിട്ടുള്ള നന്ദഗോപൻ എന്ന് പറയുന്ന നന്ദമഹാരാജാവിന് വസുദേവ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് എന്ന്. പശുക്കളുടെ രാജാവ് അല്ലേ, അദ്ദേഹമാണ്. 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വൃന്ദാവനത്തിലെ വൈശ്യ കമ്മ്യൂണിറ്റിയിൽ വെച്ച് അദ്ദേഹമായിരുന്നു അവിടുത്തെ രാജാവ്. അപ്പോൾ ആ പശുക്കളാവുന്ന ധനം അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ രാജാവുമായിട്ടുള്ള ദേവനുമായിട്ടുള്ള വ്യക്തിയാണ് വസുദേവൻ. അപ്പോൾ ആ വസുദേവൻ്റെ പുത്രനാണ് വാസുദേവൻ. അപ്പോൾ ദേവകി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം കുന്തി സ്തുതിയിൽ വരുന്നതാണ്. കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത് എന്നാണ് അവിടെ? കൃഷ്ണായ വാസുദേവായ എന്നാണ്. ദേവകീ നന്ദനായ ച. ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? കൃഷ്ണായ, കൃഷ്ണൻ. വാസുദേവായ, വാസുദേവൻ്റെ പുത്രൻ കൃഷ്ണൻ എന്നാണ് പറയുന്നത്. ദേവകീ നന്ദനായ ച. അപ്പോൾ അവിടെ വാസുദേവനല്ല, വസുദേവൻ്റെ പുത്രൻ വാസുദേവൻ, ദേവിയുടെ പുത്രൻ വാസുദേവൻ. അപ്പോൾ ആദ്യത്തെ വരിയിൽ ദേവകി റാണിയെക്കുറിച്ചും വസുദേവനെയും കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് ആദ്യം കേൾക്കുമ്പോൾ തോന്നും അല്ലേ? കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ. അവിടെ പറയുന്ന ദേവകി റാണി വസുദേവരുടെ ഭാര്യ ദേവകിയാണെന്നുള്ളതാണ് അവിടെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കുമ്പോൾ അർത്ഥമായിട്ട് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ വരിയിൽ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ. അപ്പോൾ രണ്ടാമത്തെ പിന്നീട് വരുമ്പോൾ കൃഷ്ണായ വാസുദേവായ കഴിഞ്ഞു, ദേവകി നന്ദനായ ച കഴിഞ്ഞു, നന്ദഗോപകുമാരായ. അവിടെ നന്ദഗോപൻ്റെ പുത്രൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരേ ശ്ലോകത്തിൽ തന്നെ വസുദേവരുടെയും ദേവകിയുടെ പുത്രനെന്നും കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, നന്ദഗോപൻ്റെ പുത്രനെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് ഒറിജിനൽ അച്ഛൻ, ആരാണ് ഒറിജിനൽ അമ്മ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു അവിടെ. ഇതൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടോ നിങ്ങൾക്കെന്ന് അറിയില്ല. സാധാരണ നമുക്ക് തോന്നുന്നൊരു സംശയമാണ്, എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനുള്ള എല്ലാ ഉത്തരവും ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ എങ്ങനെ പറയുന്നു? ഭഗവാന്റെ ശുദ്ധ ഭക്തരിലൂടെ, നമ്മുടെ ആചാര്യന്മാരിലൂടെ ഇതിനുള്ള ആൻസർ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി എഴുതിയിട്ടുണ്ട്, കൃഷ്ണൻ ആരുടെ മകനാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്തായാലും ഇത് 8ാമത്തെ അധ്യായത്തിലെ കുന്തി സ്തുതി വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ സസ്പെൻസ് ഒന്നും പറയുന്നില്ല, നമ്മളിനി മുന്നോട്ട് പോകാൻ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആദ്യത്തെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. ഉള്ള സമയമുണ്ട് നമുക്ക് കുറച്ച്. ഇനി ജന്മാദ്യസ്യ യതോ അന്വയാത് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞ, ഇങ്ങനെയാണ് വരി വരുന്നത്. അപ്പോൾ ജന്മാദി അസ്യ യതോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജന്മം ആദി. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാത്തിൻ്റെയും സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ജന്മാദി അസ്യ യതോ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൻ്റെയും സർവ്വതിൻ്റെയും സൃഷ്ടികർത്താവായിട്ടുള്ള, സൃഷ്ടി മാത്രമല്ല, സൃഷ്ടി ജന്മ ആദി, അതായത് സൃഷ്ടി മാത്രമല്ല പരിപാലനവും വരുന്നു കൂട്ടത്തിൽ, നിഗ്രഹം, അതായത് അവസാനം പ്രളയം വന്ന് ഈ ലോകം അവസാനിപ്പിക്കുന്നതും, സൃഷ്ടി സംഹാരം പരിപാലനം എല്ലാം വരുന്നു. അതെല്ലാം എല്ലാത്തിൻ്റെയും സർവ്വകാരണങ്ങളുടെയും കാരണമായിട്ടുള്ള ആ ഭഗവാനെയാണ് ഇവിടെ വ്യാസദേവൻ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്തുതിക്കുന്നത്. കൃഷ്ണനെയാണ് സ്തുതിക്കുന്നത്. ജന്മാദി അസ്യ യതോ. ഇനി 2ാമത്തെ വരിയിൽ എന്ത് പറയുന്നു? അന്വയാത് ഇതരതശ് ചാർത്തേഷു അഭിജ്ഞ. ആ ഭഗവാന് അഭിജ്ഞ, അദ്ദേഹത്തിന് എല്ലാം അറിയാം. അതായത് നേരിട്ടുള്ളതും നേരിട്ടല്ലാത്തതുമായിട്ടുള്ള, അതായത് ഉദ്ദേശിക്കുന്നത്, അതായത് നേരിട്ടുള്ളതും നേരിട്ടതല്ലാത്തതും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചുരുക്കം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. സൃഷ്ടി, പരിപാലനം, സംഹാരം ഇതെല്ലാം ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ്, ആ ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ് എല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം എല്ലാം അറിയുന്ന വ്യക്തിയാണ്. അതാണ് പറയുന്നത് അഭിജ്ഞ. അഭിജ്ഞ എല്ലാം, സർവ്വതും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. എങ്ങനെ സൃഷ്ടി, സംഹാരം, പരിപാലനം ഇതെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇനി
മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാക്ക് ഇവിടെ വരുന്നത് സ്വരാട്ട് എന്നാണ്. സ്വരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ് കൃഷ്ണൻ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ തൽക്കാലം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരെയും. കാര്യം ഇടയ്ക്ക് മൈക്സ് ഓൺ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അവസാനം നമ്മൾ ക്ലാരിഫൈ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, പ്രശ്നമല്ല. ഇപ്പോൾ തൽക്കാലം എഴുതി വെക്കുക ഡൗട്ട്സ് ഉള്ളത്. ഓക്കെ. സ്വരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്കൃത പദം ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ് കൃഷ്ണൻ. ഭഗവാൻ സ്വതന്ത്രനാണ്. അദ്ദേഹം നമ്മൾ സ്വതന്ത്രനാണോ? അല്ല, നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാത്തിനും. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ഭഗവാന്റെ കാരുണ്യമില്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി പരീക്ഷ എഴുതുന്ന കഥയൊക്കെ പറഞ്ഞു അല്ലേ. എല്ലാ സ്റ്റേജിലും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. കൈ പൊക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, കിടന്നുറങ്ങണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ എല്ലായിടത്തും ഭഗവാൻ ആവശ്യമുണ്ട്. ഭഗവാന്റെ മഹാകൃപ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളാരും സ്വതന്ത്രരല്ല. എന്നാൽ കൃഷ്ണൻ ആരെയും ആശ്രയിക്കുന്നില്ല. സ്വരാട്ടാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. അതായത് സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് എല്ലാം തനിയെ ചെയ്യാൻ സാധിക്കും. അതാണ് സ്വരാട്ട്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് വരുന്നത്? തേനേ ബ്രഹ്മ ഹൃദായ ആദി കവയെ. ഭാഗവതം ഉള്ളവർക്ക് ഭാഗവതം നോക്കിയാൽ വായിക്കാം, ഇല്ലാത്തവർ ശ്രദ്ധിച്ചാൽ മതി. തേനേ ബ്രഹ്മഹൃദായ ആദി കവയെ. ബ്രഹ്മഹൃദായ ആദി കവയെ. ബ്രഹ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ബ്രഹ്മാവ്, നമ്മുടെ ബ്രഹ്മാവ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഓരോ ബ്രഹ്മാണ്ടത്തിലും ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് താമരയിലൂടെ ബ്രഹ്മാവ് വരുന്നു എന്നുള്ളത്. പിന്നെ അദ്ദേഹമാണ് വിസർഗം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാനാണ്. ആരാണോ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ബ്ലൂടൂത്ത് വഴി ഒരു ഫയൽ അയക്കുന്ന പോലെ കൃഷ്ണൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങളും എല്ലാ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്തു. തേനേ ബ്രഹ്മഹൃദായ ആദി കവയെ. അപ്പോൾ ഇതെല്ലാം ആര് ചെയ്തു? ഭഗവാനാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാനെ സ്തുതിക്കുകയാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ പൊസിഷൻ പറയുവാണ്. പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ആരാണോ വേദങ്ങൾ പറഞ്ഞു കൊടുത്തത്? ആ ഭഗവാൻ. ഇനി മുഹ്യന്തി യത് സൂരയ, അഞ്ചാമത്തെ. മുഹ്യന്തി യത് സൂരയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഹ്യന്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവുക, ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോവുക. സൂരയ ദേവതമാരും, അതായത് ഇന്ദ്രൻ, ചന്ദ്രൻ, അങ്ങനെയുള്ള ദേവതമാരും, മറ്റുള്ള അതേപോലെ ഈവൻ സപ്തഋഷികളാവട്ടെ, ആര് വേണമെങ്കിലാവട്ടെ, വലിയ വലിയ ഋഷിവര്യന്മാരും ദേവതമാരും, അവർക്ക് പോലും കൺഫ്യൂഷൻ ആവുന്നു. അവർക്ക് പോലും പലപ്പോഴും അവർ പോലും കൺഫ്യൂസ്ഡ് ആയി പോകുന്നു പല സിറ്റുവേഷനിലും. ബ്രഹ്മാവിന് കൺഫ്യൂഷനായി. എപ്പോൾ? ബ്രഹ്മവിമോഹൻ ലീല നടക്കുന്ന പോലെ അല്ലേ? ബ്രഹ്മവിമോഹൻ ലീല കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ബ്രഹ്മാവ് വിചാരിച്ചു, കൃഷ്ണൻ എന്താണിത്? ഇതാണോ ഭഗവാൻ? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ വായിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കുന്നു. അവരുടെ പ്ലേറ്റിൽ നിന്നല്ല, വായിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു. അതേപോലെ അവരുടെ തോളത്ത് കയറിയിരിക്കുന്നു, അവർ കൃഷ്ണൻ്റെ തോളത്ത് കയറിയിരിക്കുന്നു. ഇതെന്ത് ഭഗവാനാണ്? ഇങ്ങനെയല്ല ഭഗവാൻ എന്ന് അദ്ദേഹത്തിനുള്ളിലൊരു ചിന്ത വന്നു. കൺഫ്യൂഷനായി അദ്ദേഹത്തിന്. അതാണ് മുഹ്യന്തി. ബ്രഹ്മാവിന് കൺഫ്യൂഷനായി. ശരിക്കും ഭഗവാനാണോ എന്നൊരു ഡൗട്ട് വന്നു. അദ്ദേഹം അത് ടെസ്റ്റ് ചെയ്യാൻ നോക്കി. അതാണ് ബ്രഹ്മവിമോഹൻ ലീല. പിന്നീട് നമുക്ക് ആ കഥ അറിയാം, ഭഗവാന്റെ ലീല അറിയാം. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവും ഭഗവാന്റെ ലീലയാണ്, ഭഗവാനാണ് ഇതെല്ലാം എന്നുള്ളത് അല്ലേ. അത് കൃഷ്ണനാണെങ്കിൽ ഗോപന്മാരായിട്ടും പശുക്കളായിട്ടും ഒക്കെ വിസ്തരിക്കും. പിന്നെ ബ്രഹ്മാവ് നോക്കുമ്പോൾ കുറേ വിഷ്ണുമൂർത്തികളെ കാണും. അതോടുകൂടി മനസ്സിലാവും എനിക്ക് അബദ്ധം പറ്റി. അതിനുശേഷം പിന്നെ ബ്രഹ്മസ്തുതിയാണ് അവിടെ. ബ്രഹ്മാവ് സ്തുതിക്കുന്നു ഭഗവാനെ. ഇപ്പോൾ ഇവിടെ പറയുന്നു, ബ്രഹ്മാവാണ് ദേവതമാരിൽ വെച്ച് ഏറ്റവും വലിയ ദേവത. ബ്രഹ്മാവ്, ശിവൻ, മോഹിനിമൂർത്തി വന്നപ്പോൾ ശിവനും ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു. കാര്യം അദ്ദേഹം ചെയ്ത തെറ്റല്ല. അദ്ദേഹത്തിൻ്റെ ആരാധ്യ പുരുഷനാണ് ഭഗവാൻ വിഷ്ണു. ആ വിഷ്ണു സ്ത്രീ രൂപത്തിൽ വന്നു.
അത്രയേ ഉള്ളൂ വ്യത്യാസം. അദ്ദേഹത്തിന് നാച്ചുറലി അദ്ദേഹത്തിൻ്റെ ഭഗവാനോടുള്ള അട്രാക്ഷൻ തോന്നി, അദ്ദേഹം പിന്നാലെ പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ മഹാദേവനെ പറ്റിയ തെറ്റല്ല അവിടെ. മഹാദേവൻ്റെ ഇഷ്ടദേവൻ ആണ് ഭഗവാൻ. അദ്ദേഹം സ്ത്രീയായി വന്നാലും പുരുഷനായി വന്നാലും മൃഗത്തിൻ്റെ രൂപത്തിൽ വന്നാലും ഭക്തർക്ക് ഭഗവാൻ ഭഗവാനാണ്, എപ്പോഴും ആകർഷിപ്പിക്കും. അതുകൊണ്ട് അദ്ദേഹം പിന്നാലെ പോയി. പല ആളുകളും പറയും മഹാദേവന് പിന്നാലെ പോയി എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വേറെ ആരുടെ പിന്നാലെയല്ല പോയത്, അദ്ദേഹത്തിൻ്റെ ആരാധ്യ പുരുഷൻ്റെ കൂടെയാണ് പോയത്. അതൊരു തെറ്റല്ല. അത് ഈവൻ മോഹിനിമൂർത്തിയല്ല, നരസിംഹദേവനായിട്ടും വരാഹമൂർത്തിയായി വന്നാലും ആർക്കും മഹാദേവന് അട്രാക്ഷൻ തോന്നും. കാര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനാണ്. എന്നാലും ചില സമയത്ത് കൺഫ്യൂഷൻസ് ആക്കും. ആരെ? ഇവൻ ഇദ്ദേഹത്തിന് കൺഫ്യൂഷനായല്ലോ. എത്ര പ്രാവശ്യം ഇന്ദ്രന് കൺഫ്യൂഷനായി. ഇന്ദ്രൻ കൃഷ്ണൻ്റെ അടുത്ത് ആ ഗോവർദ്ധന ലീല നടക്കുന്നത് എങ്ങനെയാണ്? ഇന്ദ്രൻ കൺഫ്യൂഷൻ. ഈ കുട്ടി ആരാണ്? ഇന്ദ്രപൂജ നിർത്താൻ വേണ്ടി സംവർത്തക മേഘങ്ങളെ കൊണ്ടുവന്ന് പ്രളയം, സംഹാരത്തിൻ്റെ സമയത്തുണ്ടാവുന്ന പ്രളയം, ആ മേഘങ്ങളെയാണ് ഇന്ദ്രൻ കൊണ്ടുവരുന്നത്. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്തു അല്ലേ? അപ്പോൾ ആ കുറച്ച് സമയത്തേക്ക് ഇന്ദ്രനും മനസ്സിലായില്ലേ. അതാണ് പറയുന്നത് മുഹ്യന്തി യസൂരയ. എല്ലാ ദേവതമാർക്കും ചില സമയങ്ങളിൽ അവർ പോലും കൺഫ്യൂസ്ഡ് ആയി പോവും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ക്വാളിറ്റീസും കാണുമ്പോൾ. ആർക്കും പിടികിട്ടില്ല പെട്ടെന്ന്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. മുഹ്യന്തി യസൂരയ ഇവിടെ പറയുന്നു തേജോ വാരി മൃതാം യഥാ. അതായത് എങ്ങനെയാണോ നമുക്ക് ചില സമയത്ത് തീയിനകത്ത് വെള്ളമുള്ളതുപോലെ തോന്നുന്നത്, ചിലപ്പോൾ നമുക്ക് ഒഴുകുന്നത് പോലെ തോന്നാം. പിന്നെ അതേപോലെ നമ്മൾ വേനൽക്കാലത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ കുറേ അകലെ നമുക്ക് തോന്നും അവിടെ വെള്ളമുള്ളതായിട്ട് കാണും. അതിനെ നമ്മൾ പറയും മിറാഷ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു ഷാഡോ പോലെ നമുക്ക് അവിടെ വെള്ളമുള്ളതുപോലെ തോന്നും. ഈവൻ കേട്ടിട്ടുണ്ടാവും മരുഭൂമിയിൽ നമ്മളിങ്ങനെ അകലെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റിഫ്ലക്ഷൻ വന്നതിന് ശേഷം വരുമ്പോൾ വെള്ളമുള്ളതുപോലെ ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ ആക്ച്വലി വെള്ളമുണ്ടോ? ഇല്ല, അത് തോന്നുന്നതാണ്. അതേപോലെയാണ് ദേവതമാർക്ക് ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഓരോ ജന്മകർമ്മ ചമേ ദിവ്യം, ഇതെല്ലാം ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ലീലകളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അവർ. അതാ പറയുന്നത്. വലിയ വലിയ ദേവതമാർ ശിവനും മഹാദേവനും ബ്രഹ്മാവിന് പോലും കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഇന്ദ്രനും ചന്ദ്രനെയും കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ 6ാമത്തെ പദം ഫ്രേസ് എന്താണ്? വിനിമയോ യത്ര ത്രിസർഗോ മൃഷ. അതായത് ഈ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്. അതായത് ഭൗതികമായിട്ടുള്ള ഈ പറയുന്ന പ്രപഞ്ചം മുഴുവനും, സൃഷ്ടി മുഴുവനും, അതേപോലെ തന്നെ ത്രിസർഗം എന്ന് ഉദ്ദേശിക്കുന്നത് 3 ഗുണങ്ങൾ ഉള്ള ഈ ഭൗതിക ലോകവും ഈ ബ്രഹ്മാണ്ടവും ഇതെല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് ആക്ച്വലി ഭഗവാനിൽ നിന്നാണ്. എന്നാൽ അത് വിനിമയം എത്ര ത്രിസർഗോ അമൃഷ. പ്രശ്നം എന്താണ്? ഇതെല്ലാം ഉത്ഭവിക്കുന്നുണ്ട്, എന്നാൽ അത് നമ്മൾ ഭഗവാൻ അത് ഇടയ്ക്ക് നമുക്ക് കാണിച്ചു തരുന്നു, ചില സമയത്ത് അത് പിൻവലിക്കുന്നു അല്ലേ? ഇങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത്. അങ്ങനെയാണ് സൃഷ്ടി പ്രകടമാവുന്നു, പിൻവലിക്കുമ്പോൾ അത് പോകുന്നു അല്ലേ? ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടക്കുമ്പോൾ ഇത് സത്യമാണോ എന്ന് ഈ ചിലപ്പോൾ ചില ആളുകൾക്കുള്ള സംശയമാണ്. അല്ലെങ്കിൽ ചില പ്രസ്ഥാനത്തിലുള്ളവർ പറയും ജഗത് മിഥ്യ എന്ന് പറയും. ഈ ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തതാണെന്ന് പറയും. ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി അത് സത്യമാണോ? ആക്ച്വലി ഈ ജഗത്ത് എന്ന് പറയുന്ന ചില ആളുകൾ പറയുന്നതാണ് ഈ ജഗത്ത് എന്ന് പറയുന്ന സ്വപ്നമാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു, ഇതൊന്നും ആക്ച്വലി ഇല്ല, നമ്മൾ സ്വപ്നം കാണുന്ന പോലെയാണെന്ന് പറയും. അങ്ങനെയല്ല, ഇതെല്ലാം ഫാക്ച്വലാണ്, ഇതെല്ലാം സംഭവം ഉണ്ട്, ഇതെല്ലാം ജഗത്തും ഉണ്ട്. പക്ഷേ അത് താൽക്കാലികമാണ്, പെർമനൻ്റ് അല്ല, ശാശ്വതമല്ല. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ വിനിമയോ എത്ര ത്രിസർഗോമുഷ എന്ന് പറയുന്നത് എല്ലാ ഈ ഭൗതിക പ്രപഞ്ചവും ഭൗതിക ലോകവും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ആ ഭഗവാൻ ധാംന സ്വേന സദാ നിരസ്ത കുഹകം. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നു. ഇവിടെ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു, ത്രിഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളിലാണ് ഈ ഭൗതിക ലോകത്തിലെ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ദേവതമാരുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സൃഷ്ടി സംഹാരം പരിപാലനമൊക്കെ നടക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഇതെല്ലാം നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് ഗോലോക വൃന്ദാവനത്തിലും അദ്ദേഹം ഇരിപ്പുണ്ട്.
ഒരേ സമയത്ത് ആധ്യാത്മിക ലോകത്തിലുണ്ട്, ഭൗതിക ലോകത്തിലുണ്ട്. ധാംന സ്വേന സദാ നിരസ്ത കുഹകം. അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ, ഇവിടെ സൃഷ്ടിയും സംഹാരവും പരിപാലനവും ഒക്കെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെയുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അതീന്ദ്രിയ ലോകത്തിൽ, ആധ്യാത്മിക ലോകത്തിലും അദ്ദേഹം ഇരിപ്പുണ്ട്. ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തുമുണ്ട്. അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. സത്യം പരം ധീമഹി. ആ പരമസത്യമായിട്ടുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് വ്യാസദേവനോട് പറയുന്നത്. ഹരേ കൃഷ്ണ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനോഹരം, അതിമനോഹരം. ഞാൻ ഒന്നും കൂടെ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ കൺക്ലൂഡ് ചെയ്യും. പിന്നെ ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദി എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ. ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ കുറച്ച് സമയമെടുക്കും, ക്ഷമയോട് കൂടി ഇരിക്കുക. കാര്യം അത് ഭാഗവത്തിൻ്റെ ബേസാണ്. അപ്പോൾ അത് ഭാഗവത്തിൻ്റെ ബേസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമെടുത്ത് പറയണം. കാര്യം വ്യാസദേവൻ ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഭഗവാന്റെ ആ പൊസിഷനെ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. പരമദിവ്യത്വം പുരുഷൻ ഭഗവാൻ ആരാണെന്ന് നമ്മളെ കാണിപ്പിച്ചു തരുവാണ് ഇവിടെ. അപ്പോൾ ഒരു ഭാഗവതം പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല ഇത് സാധാരണ ഒരാളാണെന്നുള്ളത്. സാധാരണ ഒരാളെ പോലെ ലീലകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദശമസ്കന്ധത്തിൽ നമ്മൾ കാണും, വൃന്ദാവനത്തിലും ഉള്ള ലീലകളൊക്കെ. സാധാരണ ഒരു മനുഷ്യക്കുട്ടിയെ പോലെ ലീലകൾ ചെയ്യുന്നു, വെണ്ണ കക്കുന്നു, അത് ചെയ്യുന്നു, ആ കുസൃതി കാണിക്കുന്നു, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സാധാരണ ഒരു ഭൗതിക ലോകത്തിലെ ആളുകൾ ചെയ്യുന്ന പോലെയല്ല. ഇത് പരമദിവ്യത്വം പുരുഷനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ വ്യാസദേവൻ അതുകൊണ്ട് ആദ്യം തന്നെ പറയുവാണ്, ഈ ഭാഗവതം പഠിക്കാൻ പോകുന്ന എല്ലാവരോടും പറയാണ്, നമ്മളെ കാണിച്ച് തെളിയിപ്പിച്ചു തരുവാണ്. നമ്മൾ പറയാൻ പോകുന്നത്, കാണാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ആരാണ്? പരമദിവ്യത്വം പുരുഷനാണ്. ഇതാ വ്യാസദേവൻ ആദ്യം തന്നെ എഴുതി തരുവാണ്, പറഞ്ഞു തരുവാണ്. എന്നിട്ട് അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മംഗളാചരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സത്യം, പരമസത്യത്തെക്കുറിച്ചുള്ള ധാരണ അദ്ദേഹം ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ സംശയം ഉണ്ടാവില്ല. ഭഗവാന് മനുഷ്യനെ പോലെ ലീലകൾ ചെയ്യാം, ദേവതമാരെ പോലെ ലീല ചെയ്യാം. ഇനി ആരും ചെയ്യാത്തതായിട്ടുള്ള നരഹരി രൂപത്തിൽ വന്നിട്ട്, ആർക്കും ചെയ്യാൻ പറ്റാത്ത നരസിംഹ രൂപത്തിൽ വന്നിട്ട് ലീലകൾ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ലീലകൾ ചെയ്യാം. അപ്പോൾ അവിടെ സംശയമൊന്നും വേണ്ട. ഭഗവാന് എല്ലാം പൂർണ്ണ പുരുഷോത്തമ ഭഗവാനാണ്, അത് പരമസത്യമായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, അദ്ദേഹം എന്തും ചെയ്യാനും സാധിക്കും. അപ്പോൾ അവിടെ ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വിസ്തരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഒന്നും കൂടെ ക്യുക്കായിട്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജന്മാദിയസ്യ യതോ, അതായത് എല്ലാ സൃഷ്ടിയും സംഹാരവും പരിപാലനവും ഒക്കെ ചെയ്യുന്ന ഭഗവാൻ. അൻവയാത് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞ, അതായത് അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള അഭിജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാത്തിനെയും കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. സ്വരാട്ടാണ്, പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ആ ഭഗവാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവേ, ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വേദങ്ങൾ പറഞ്ഞു കൊടുത്തു മാത്രമല്ല, സൃഷ്ടി എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഭഗവാൻ. മുഹ്യന്തി യത് സൂരയ, വലിയ ഋഷിവര്യന്മാരും ദേവതമാർക്ക് പോലും കൺഫ്യൂഷനായി പോകുന്നു കൃഷ്ണൻ്റെ ലീലകളും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസും കാണുമ്പോൾ. പിന്നെ വിനിമയോ യത്ര ത്രിസർഗോമുഷ ധ്വാംന സേന സദാ നിരസ്ത ഗുഹകം, അതായത് ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയും സംബന്ധിച്ച് ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഇതിനൊക്കെ പുറത്താണ്. അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹം ത്രിഗുണാതീതനാണ് കൃഷ്ണൻ. ത്രിഗുണങ്ങളെ സൃഷ്ടിക്കുന്നത് ഭഗവാനായിരിക്കും, പക്ഷേ അദ്ദേഹത്തിനെ ത്രിഗുണങ്ങൾ സ്പർശിക്കുന്നില്ല. നമ്മളെല്ലാവരും സ്പർശിക്കുന്നുണ്ട്, വ്യത്യാസമുണ്ട്. ധാംന സ്വേന സദാ നിരസ്തകും, ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നു. ഭൗതിക ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വധാമത്തിൽ ഇരിക്കുന്നുണ്ട് ലീലകൾ ചെയ്തുകൊണ്ട്. ധാംന സ്വേന സദാ നിരസ്തകവും, അവിടെ എപ്പോഴും ഉണ്ട് അദ്ദേഹം. ആ ലോകമാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള ലോകമാണ്, പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ പരമദിവ്യത്വം പുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ആ ഭഗവാൻ വാസുദേവനെ ഞാൻ സ്മരിക്കുന്നു, ഞാനിവിടെ ധ്യാനിക്കുന്നു എന്നാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്. എല്ലാ ആചാര്യന്മാരുടെയും പാദങ്ങളെ നമസ്കരിക്കുന്നു.
ഹരേ കൃഷ്ണ. താങ്ക് യു. നിങ്ങളുടെ ഓരോരുത്തരുടെയും തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ പ്രണാം. കൃഷ്ണ. ഹരേ എന്തെങ്കിലും കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഹരേ കൃഷ്ണ. യെസ്. എന്തെങ്കിലും സംശയം, ഡൗട്ട്? ഇനിയും ഉണ്ട് സമയം, കുറച്ച് സമയമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലും പറയുന്നുണ്ടല്ലോ അതേപോലെ സർവഭൂത നിവാസി വാസുദേവ നമോസ്തുതേ. വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. അപ്പൊ അത് ഇതിന്റെ കൂടെ ഇതിലെ പ്രഭുജി ഇപ്പോ വിവരിച്ചിട്ടുള്ള അർത്ഥങ്ങളിൽ ഒന്നായിട്ട് അവിടെയും വരുന്നുണ്ട്. അത് എല്ലാ സർവഭൂത നിവാസോസി എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട്. പരമാത്മാവായിട്ട് എല്ലാത്തിലും അദ്ദേഹം ഉണ്ട്. യെസ്, കറക്റ്റ്. താങ്ക് യു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. താങ്ക് യു മാതാജി. യെസ്. വേറെ ആരെങ്കിലും? ചില ഡിവോട്ടീസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റ് പറയാം. ചോദിച്ചാട്ടെ. ചോദിച്ചോളൂ. ഡൗട്ട്സ് എല്ലാം ചോദിക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറഞ്ഞു. വാസനാദ് ഏവ വാദേച വാസുദേവേതി ശബ്ദിതഃ. അതിന്റെ മീനിങ് ഒന്നും കൂടെ പറഞ്ഞു. വാദം ഇവിടെ ഉദ്ദേശിക്കുന്നത് വേദങ്ങളെയാണ്. വേദങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ. ശാസ്ത്രങ്ങളിലെ മെയിൻ സബ്ജക്ട് മാറ്റർ ആരാണ്? ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആരെക്കുറിച്ചാണോ പറയുന്നത്? അദ്ദേഹമാണ് വാസുദേവൻ. വാസുദേവേതി ശബ്ദിതഃ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പ്രഭു, അത് ദായാണോ ദായാണോ പ്രഭു? എന്ത് സംസ്കൃതമാണോ ചോദിക്കുന്നത്? ഏത് വാദം? ഇതിനകത്ത് വേദം അല്ലെങ്കിൽ വാദ ശാസ്ത്രത്തെ പറയുന്നതാണ്, ശാസ്ത്രങ്ങളെ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നവൻ എന്ന അർത്ഥം കൂടി ഉണ്ടോ? യെസ്, സ്വയം പ്രകാശിക്കുന്നുള്ളതാണ് പരമാത്മാവായിട്ട് അദ്ദേഹം എല്ലാവരിലും ഹൃദയത്തിലും പ്രകാശിക്കുന്നു. അതുതന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സെയിം സംഭവം തന്നെ. സ്വയം പ്രകാശിക്കുന്നു. ഹൃദയത്തിലെ നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. സ്വയം പ്രകാശിക്കുന്നു, ഷൈൻ ചെയ്യുന്നു ബേസിക്കലി. അത് എല്ലായിടത്തും വരുന്നുണ്ട്. അതിപ്പോൾ പരമാത്മാവായിട്ടുള്ളതിലും പറയാം. നമ്മൾ നന്ദമഹാരാജൻ്റെ അർത്ഥം പറയുന്നതുകൊണ്ടും അവിടെ പറയുമ്പോഴും നമുക്ക് പറയാം രാജാവായിട്ട് അദ്ദേഹം പ്രകാശിക്കുന്നു, പരമാത്മാവായിട്ട് അദ്ദേഹം പ്രകാശിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. രാമനാമ സമുൽപ്പന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമനാമത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓംകാരം എന്ന് പറയുന്നു ശാസ്ത്രങ്ങൾ. രാമനാമത്തിൽ നിന്നാണ് വന്നത്. രാമനാമം, കൃഷ്ണനാമം എല്ലാം ഹരിനാമമാണ്. ചുരുക്കം പറഞ്ഞാൽ ഹരിനാമമാണ് എല്ലാത്തിൻ്റെയും ബേസ്, എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ ഹരിനാമമാണ്. അപ്പോൾ ഹരിനാമമാണ് നമ്മൾ ചൊല്ലുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എല്ലാം ഉണ്ട് അതിനകത്ത്. ഓംകാരം ഉണ്ട്, ബാക്കിയുള്ള ബീജമന്ത്രങ്ങളുണ്ട്, ബാക്കിയുള്ള മന്ത്രങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് മഹാമന്ത്രം എന്ന് വിളിക്കുന്നത്. രാധാറാണിയുണ്ട്, ഓഫ് കോഴ്സ് രാധയുണ്ട്. ഇനി ബലരാമനെ നോക്കണമെങ്കിൽ ബലരാമനുണ്ട്. ഇനി അതല്ല ശ്രീരാമചന്ദ്ര ഭഗവാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അദ്ദേഹമുണ്ട്. രാധാരമൺ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനുണ്ട്. എല്ലാവരും ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പ്രഭുജി യാതൊരു മുടക്കം കൂടാതെ ഇത് അവസാന ശ്ലോകം വരെയും നമ്മൾ സമാധാനത്തോടെ തന്നെ എത്ര ദിവസം എടുത്താലും ഒരു കുഴപ്പമില്ല പ്രഭുജി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സമാധാനമായിട്ട് മുമ്പോട്ട് പോകണം. നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. പ്രഭുജിയോട് ആദരവപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം.
ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ രാധേ രാധേ രമ്യച്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശ്രീല പ്രഭുപാദയ്ക്ക് ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ. ഹരേ കൃഷ്ണ. നാളെ എല്ലാരും എത്തിച്ചേരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. നാളെ മാക്സിമം ഡിവോട്ടീസിനെ